വെൽക്കം ടു ATM ആർട്ടിഫിഷ്യൽ നോളജ്. റിപ്പോർട്ടർ സ്പീച്ചിന്റെ 7ാം ഭാഗമാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. നേരെ ക്ലാസ്സിലേക്ക്. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പേഴ്സണൽ പ്രൊനൗൺസിന് വരുന്ന മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, 3 പേഴ്സൺസിൻ്റെയും മാറ്റങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് റിപ്പോർട്ടർ സ്പീച്ച് വിവിധങ്ങളായിട്ടുള്ള സെൻറ്റൻസസ് വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ക്ഷമയോടെ ഈ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. പേഴ്സണൽ പ്രൊനൗൺസിന് വരുന്ന മാറ്റം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഇൻവേർട്ടഡ് കോമയിൽ യു എന്ന പേഴ്സണൽ പ്രൊനൗൺ, സെക്കൻഡ് പേഴ്സൺ യു വന്നാൽ എങ്ങനെയാണ് അതിന് മാറ്റം വരുന്നതെന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യുവിൻ്റെ പൊസസീവ് കേസ് യോർ, അതാണ് ഇൻവേർട്ടഡ് കോമയിൽ വരുന്നതെങ്കിൽ അതിന് വരുന്ന മാറ്റം എന്താണ്, ഇന്ന് നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസസ് നമ്മൾ ചെക്ക് ചെയ്തതിന് മുമ്പ് യുവിനുണ്ടാകുന്ന മാറ്റം ഏതിനനുസരിച്ചാണ് നമുക്കൊന്നുകൂടി ചർച്ച ചെയ്യാം. ഇൻവേർട്ടഡ് കോമയിൽ യു ആണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകുന്നത് റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റിനനുസരിച്ചാണ്. ഒബ്ജക്റ്റും യുവും തമ്മിൽ ബന്ധമുണ്ടാവും. യുവിന് പകരം യുവർ ആണ് ഇൻവേർട്ടഡ് കോമയിൽ വരുന്നതെങ്കിൽ ആ യുവറിനും റിപ്പോർട്ടിംഗ് വെർബിന്റെ ഒബ്ജക്റ്റുമായി തന്നെയായിരിക്കും ബന്ധം. നമുക്ക് ചില സെന്റൻസസ് ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹി സെഡ് ടു മീ യോർ അങ്കിൾ വർക്ക്സ് ഡെയിലി. രണ്ടാമത്തത് ഹി സെഡ് ടു അസ് യോർ അങ്കിൾ വർക്ക്സ് ഡെയിലി. മൂന്നാമത്തത് ഹി സെഡ് ടു യു യോർ അങ്കിൾ വർക്ക്സ് ഡെയിലി. ഈ 3 സെന്റൻസിലും ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന യോർ ആൻഡ് യോർ, ഈ 3ഉം എങ്ങനെയാണ് മാറ്റേണ്ടത്? ഒന്നാമത്തെ സെന്റൻസ് പരിശോധിച്ചാൽ ഹി സെഡ് ടു മീ, അതാണ് ഒബ്ജക്റ്റ്. ഇൻവേർട്ടഡ് കോമയിൽ യോർ, യുവിനും യോറിനും ഒബ്ജക്റ്റുമായിട്ടായിരിക്കും ബന്ധം. ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കും. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് ദാറ്റ് വരണം, ഒബ്ജക്റ്റിന് ശേഷം ദാറ്റ് വരണം. സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ട് ഇതിനെ പാസ്റ്റിലേക്ക് മാറ്റണം. നമുക്കറിയാം. തുടങ്ങാം. ഹി സെഡ് ടു മീ അല്ലെങ്കിൽ ഹി ടോൾഡ് മീ എന്തുകൊണ്ട് എഴുതാം? സൗകര്യത്തിനായി നമുക്ക് ഇത് എഴുതിയേക്കാം. ഹി ടോൾഡ് മീ. വീണ്ടും ആവർത്തിക്കുന്നു, ടോൾഡിന് ശേഷം നമ്മൾ ടു ചേർക്കാറില്ല. ഹി ടോൾഡ് മീ ദാറ്റ്. ഈ യു ആരാണ്? യുവർ ആരാണ്? നിന്റെ അങ്കിൾ. ആരുടെ അങ്കിൾ? എന്നോടാണ് പറഞ്ഞത്. അപ്പോ ഈ അങ്കിൾ ആരുടെ അങ്കിളാണ്? എൻ്റെ അങ്കിളാണ്. അവൻ എന്നോട് പറഞ്ഞു നിന്റെ അങ്കിൾ. മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു എൻ്റെ അങ്കിൾ. അപ്പൊ യോർ അങ്കിൾ എന്നുള്ളത് എൻ്റെ അങ്കിളായി മാറണം. ഹി സെഡ് ടു മീ ദാറ്റ്. എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഇത് എൻ്റെ അങ്കിൾ ആകുന്നത്. സോ മൈ അങ്കിൾ വർക്ക്ഡ് ഡെയിലി. ഹി ടോൾഡ് മീ ദാറ്റ് മൈ അങ്കിൾ വർക്ക്സ് ഡെയിലി. അപ്പൊ യോറിന്റെ മാറ്റം മൈ ആണ്. ഇനി അടുത്തത് ഹി സെഡ് ടു അസ്, ഒബ്ജക്റ്റ് അസ് ആണ്. അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്താണ്? യോർ അങ്കിൾ. അപ്പൊ ഇവിടെ യോർ ആരാണ്? നിങ്ങളുടെ അങ്കിൾ എന്നാണ് അവൻ പറഞ്ഞത്. അവൻ ഞങ്ങളോട് പറഞ്ഞു എന്ത്? നിങ്ങളുടെ അങ്കിൾ. ഇവിടെ അവൻ എന്നോട് പറഞ്ഞു നിന്റെ അങ്കിൾ ആണ്. ഇവിടെ നിന്റെ സിംഗുലർ മീനിങ് ആണ്. ഇവിടെ അസ് ആണ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് യോർ എന്നുള്ളത് നിങ്ങളുടെ എന്നാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഹി ടോൾഡ് അസ്, അവൻ ഞങ്ങളോട് പറഞ്ഞു. ദാറ്റ് എന്തോ? അവൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ അങ്കിൾ. മാറി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ആരായി മാറണം? ഞങ്ങളുടെ ആയി മാറണം. കാരണം ഇത് തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങളുടെ അങ്കിൾ ഞങ്ങളുടെ അങ്കിളായി മാറണം, ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട്. അപ്പോ സെഡ് ദാറ്റ് ഞങ്ങളുടെ അങ്കിൾ, our uncle worked, സിമ്പിൾ പ്രസന്റിനെ പാസ്റ്റ് ആക്കാം, ഡെയിലി.
ഇവിടെ യോർ മൈ ആയി മാറി, കാരണം എന്നോടാണ് പറഞ്ഞത്. ഇവിടെ യോർ അവർ ആയി മാറുന്നു, കാരണം ഞങ്ങളോടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ he said to you, അവൻ നിന്നോട് പറഞ്ഞു. your uncle works daily. നമ്മൾ എഴുതുന്നു he told you that. നിന്നോടാണ് പറഞ്ഞത് നിന്റെ അങ്കിൾ എന്ന്. അപ്പോ നിന്നോട് നിന്റെ അങ്കിൾ എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോഴും നിന്റെ അങ്കിൾ തന്നെയായിരിക്കും. അത് എങ്ങനെ വരും? he told you that your uncle എന്ന് തന്നെ വരണം. കാരണം നിന്നോടാണ് പറഞ്ഞത്, അതുകൊണ്ട് നിന്റെ അങ്കിൾ തന്നെയാണ്. your uncle worked daily. your എന്ന പൊസസീവ് യുവിന്റെ പൊസസീവ് ഫോമിന് വന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ മയ്യായി, ഇവിടെ ഔറായി, ഇവിടെ യോർ തന്നെയായി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി വ്യത്യസ്തമായ 3 ഒബ്ജക്ട്സ് വരുന്ന 3 സെന്റൻസുകൾക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കാം. ഇവിടെ ഹിം ആണ് ഒബ്ജക്റ്റ്, ഇവിടെ ഹെർ, ഇവിടെ ദം. തേർഡ് പേഴ്സൺസ് ആയിട്ടുള്ള ഹി, ഷീ ആൻഡ് ദേ, ഇവയുടെ ഒബ്ജക്റ്റ് ഫോംസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻവെർട്ടഡ് കോമയിൽ യോർ തന്നെയാണ്. ഇവിടെ 3ലും യോർ തന്നെ. അത് എങ്ങനെയാണ് മാറ്റം വരുന്നത് നോക്കാം. ഹി സെഡ് ടു ഹിം, അവൻ അവനോട് പറഞ്ഞു. ഈ അവനും ഇവനും രണ്ട് വ്യക്തികളാണ്. ഇതൊരു വ്യക്തി, ഇവൻ മറ്റൊരുത്തനോട് പറഞ്ഞു. അപ്പോൾ അവൻ അവനോട് പറഞ്ഞു. ഒന്നാണ് തെറ്റിദ്ധരിക്കുന്നത്, രണ്ടും 2 പേരാണ്. യോർ അങ്കിൾ വർക്ക്സ് ഡെയിലി. അപ്പോൾ ഇവിടെ യോർ ഈ ഹിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുത്തൻ മറ്റൊരുവനോട് പറഞ്ഞു, ആ മറ്റൊരുവന്റെ അങ്കിൾ ഡെയിലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പറയാം ഹി ടോൾഡ് ഹിം. മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സെന്റൻസസ് ആണ്. രണ്ടും 2 വ്യക്തികളാണ്. ഹി ടോൾഡ് ഹിം, അവൻ അവനോട് പറഞ്ഞു. ആരുടെ? അവന്റെ അങ്കിൾ. അവൻ അവനോട് പറഞ്ഞു നിന്റെ അങ്കിൾ. ഈ നിന്റെ അങ്കിൾ ആരുടെ അങ്കിളാണ്? ദൈവന്റെ അങ്കിളാണ്. നമ്മൾ മാറി നിന്ന് ചിന്തിക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഹി ടോൾഡ് ഹിം ദാറ്റ്. ആരുടെ അങ്കിൾ? ദൈവന്റെ അങ്കിൾ. ഹിസ് അങ്കിൾ, അവന്റെ എന്ന് പറയുമ്പോൾ പൊസസീവ് ഫോമിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഹി ടോൾഡ് ഹിം ദാറ്റ് ഹിസ് അങ്കിൾ വർക്ക്ഡ് ഡെയിലി. നമ്മൾ കുറെ സെന്റൻസസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ സെന്റൻസിൽ ഹി സെഡ് ടു ഹെർ, അവൻ അവളോട് പറഞ്ഞു നിന്റെ അങ്കിൾ. ഇതാരുടെ അങ്കിൾ? അവളുടെ അങ്കിളാണ്. ഇതും തമ്മിലാണ് ബന്ധം. നമുക്കറിയാം യോർ ആണെങ്കിൽ അത് ഒബ്ജക്റ്റുമായി ബന്ധം. അപ്പൊ നമ്മൾ എഴുതുന്നു ഹി ടോൾഡ് ഹെർ ദാറ്റ്, അവൻ അവളോട് പറഞ്ഞു. ആരുടെ അങ്കിൾ? നിന്റെ അങ്കിൾ. ഈ നിന്റെ അങ്കിൾ ആരുടെ അങ്കിൾ? അവളുടെ അങ്കിൾ. അവളുടെ അങ്കിൾ, ഹെർ അങ്കിൾ, വർക്ക്ഡ് ഡെയിലി. വളരെ നിസ്സാരമായിട്ടുള്ള സംഗതികളാണ് പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റം, അവയുടെ പൊസസീവ് കേസസിന്റെ മാറ്റം. മൂന്നാമത്തെ സെന്റൻസ് ഹി സെഡ് ടു ദം, അവൻ അവരോട് പറഞ്ഞു. യോർ അങ്കിൾ, ഇവർ തമ്മിൽ ബന്ധം. അവൻ അവരോട് പറഞ്ഞു യോർ അങ്കിൾ. ഇതാരുടെ അങ്കിൾ? അവരുടെ അങ്കിൾ. അവൻ അവരോട് പറഞ്ഞു അവരുടെ അങ്കിൾ എന്നായി മാറും. അപ്പൊ എങ്ങനെ എഴുതണം? ഹി ടോൾഡ് ദം ദാറ്റ്. നമ്മൾ ഈ ടോൾഡ് എഴുതിയ ശേഷം ടു വെക്കാൻ ഒരു ത്വര ഉണ്ടാവും. കൺട്രോൾ ചെയ്യുക. ടോൾഡിന് ശേഷം ഒരിക്കലും ടു വെക്കരുത്. ഹി ടോൾഡ് ദം ദാറ്റ്. ആരുടെ അങ്കിൾ? യോർ അങ്കിൾ. അതാരായി മാറണം? ഇവരുടെ ആയി മാറണം. their uncle, അവരുടെ എന്നുള്ളത് their uncle worked daily. നമ്മുടെ യോർ എന്നുള്ള പൊസസീവ് കേസിന് വന്ന മാറ്റങ്ങൾ കാണാം. ഹിസ് ആകുന്നു, ഹെർ ആകുന്നു, their ആകുന്നു. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻവെർട്ടഡ് കോമയിൽ തേർഡ് പേഴ്സൺസ് ആയിട്ടുള്ള ഹി, ഷീ ആൻഡ് ദേ വന്നാൽ എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾക്കായി കാത്തിരിക്കുക. Till we meet next time. Take care. Goodbye. Please like, share
and subscribe the channel.